ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളെ, അവന്റെ വിധിവിലക്കുകളൊക്കെ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ഇടപെടുന്ന ഓരോ സന്ദർഭങ്ങളിൽ സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായി മാറണം എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയായി നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ബന്ധങ്ങളും ഒക്കെയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അല്പം കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളത് കുടുംബമായി വികസിക്കും. വ്യക്തിയും കുടുംബവുമായി നമ്മൾ ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ സമൂഹവുമായി നിരവധി ഇടങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ വ്യക്തിയും സമൂഹവും കുടുംബവുമായൊക്കെ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലാണ് മനുഷ്യരുടെ ജീവിതം നയിക്കപ്പെടുന്നത്. നിരവധി അനവധി ആളുകളോട് കടപ്പാടുകളും ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. ചെറിയ കുട്ടികളാവുമ്പോൾ മാതാപിതാക്കൾ നമുക്ക് വലിയ സംരക്ഷകരാകും. മാതാപിതാക്കൾക്ക് ഒരു ഘട്ടത്തിൽ മക്കൾ വലിയ സുരക്ഷിതത്വം നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ പരിഗണനയും അറിവും നൽകുന്നു. കച്ചവടക്കാർ വഴി മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെ എടുത്തു നോക്കിയാൽ പലതരത്തിലുള്ള ആളുകളുമായി ദിനേന നമ്മളിങ്ങനെ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ താമസിക്കുന്ന വീട് നമ്മുടെ ഒറ്റക്കുള്ള അധ്വാനം കൊണ്ടുണ്ടായതല്ലല്ലോ. എത്രയോ ആളുകളുടെ അധ്വാനവും വിയർപ്പുമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയും. നമ്മുടെ വസ്ത്രം നമ്മൾ ഉണ്ടാക്കിയതല്ല, അതിന്റെ പിന്നിൽ എത്രയോ മനുഷ്യരുടെ അധ്വാനങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്ന വീട് പോലും നമ്മൾ ഒറ്റക്കുണ്ടാക്കുന്നതല്ല, പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനം കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പരസ്പര ബന്ധങ്ങളില്ലാതെ, പരസ്പര സഹായ സഹകരണങ്ങളില്ലാതെ മനുഷ്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. ശക്തിബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇണകളും മാതാപിതാക്കളും അയൽപക്കവും സംഘടനകളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെയായി നിരവധി ഇടങ്ങളിലൂടെയാണ് നമ്മൾ
ബന്ധങ്ങളൊക്കെ മനോഹരമായി പവിത്രമായി നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിന്റെ ഒരു ബേസ് ഉണ്ട്. ആ ബേസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നിലനിൽക്കുകയുള്ളൂ. മറ്റതൊക്കെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പം നമ്മൾ അതിന്റെ ബന്ധങ്ങളുടെ പവിത്രതയെ വഴിമാറ്റി കളയും. ചിലപ്പോൾ നമ്മൾ ചില ആളുകളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും. ചിലപ്പോ ബന്ധങ്ങൾ പവിത്രമായി നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദീൻ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കാൻ, നേരായി നിലനിൽക്കാൻ നമ്മൾ ശീലിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചില ചിന്തകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാകുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു കൂലിയും കിട്ടൂലെങ്കിലും നമ്മൾക്ക് ചില ബന്ധങ്ങൾ നിലനിർത്തേണ്ടി വരും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കടപ്പാടും ബാധ്യതകളും അവകാശങ്ങളും ഒക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്രതിഫലം കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്യാൻ ബാധ്യതപ്പെട്ട തരത്തിലാണ് അതിലൊക്കെ കിടപ്പ് വരുന്നത്. ആ ബന്ധങ്ങളുടെ ഒക്കെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അത് പാലിക്കുന്നതോടൊപ്പം പരലോകത്ത് വമ്പിച്ച പ്രതിഫലവും കൂടി കിട്ടുന്നു എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ ഏറ്റവും പ്രധാനമായി കണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോഴാണ് അത് പ്രതിഫലമുള്ളതായി മാറുക. അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ആ ബന്ധങ്ങളിൽ നമുക്ക് അള്ളാഹു നിക്ഷേപിച്ചു തരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ ലൈലിലെ 19-ാമത്തെ ആയത്ത്, ആർക്ക് എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും ആർക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് പ്രീതി ഇഷ്ടം ലഭിക്കണമെന്ന ഏക ഉദ്ദേശമാണ് മുഅ്മിനുകൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ആ ഒരു താല്പര്യമാണോ മികച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളൊരാൾക്ക് സ്നേഹം കൊടുക്കുന്നു, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം എന്നൊരു നീയത്തിലാണ്. നമ്മളൊരാളെ പരിഗണിക്കുന്നു, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെന്നൊരു നീയത്തുണ്ടാകണം. നമ്മളൊരാളെ തലോടുന്നു, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം എന്ന നീയത്തുണ്ടാകണം. അതിനപ്പുറത്തുള്ളതൊക്കെ സെക്കൻഡറി കാര്യങ്ങളാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്. നമ്മളൊരാളെ പരിചരിക്കുന്നു, ഒരു പരിചരണം കൊടുക്കുന്നു, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും മുകളിൽ ഉണ്ടാകുന്നത്. നമ്മളൊരാൾക്ക് പണം കൊടുക്കുന്നു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുമ്പോ അതിന്റെ മാന മാറാണ്, മീനിങ് മാറാണ്, അതിന് ലഭിക്കുന്ന അർത്ഥവും ആശയവും മാറാണ്, നമുക്കുള്ള പ്രതിഫലം മാറാണ്. നമ്മൾ കൊടുക്കുന്ന സഹായം എന്താവട്ടെ അതിലൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മാതാവാവും, പിതാവാവും, മകനാവും, ഭാര്യയാവും, ഭർത്താവാകും, സഹോദരങ്ങളാവും, സഹോദരിമാരാവും, സാമൂഹ്യ തലത്തിൽ ഇടപെടുമ്പോഴുള്ള ഓരോ തരത്തിലുള്ള ബന്ധങ്ങളിലും നമ്മുടെ റോളുകൾ വ്യത്യസ്തമായിരിക്കും. പക്ഷേ അതിലൊക്കെ ഒരു റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാവുക എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ പറഞ്ഞ പോലെ അവർക്ക് അവരങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ വജ്ഹാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെങ്കിൽ അവർക്ക് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അവരിലേക്ക് വരുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. അത് ദുനിയാവിലുണ്ടാവും, ആഖിറത്തിലും ഉണ്ടാകും എന്നതാണ്. ഖുർആൻ പാവപ്പെട്ടവരെ ഭക്ഷണം കൊടുക്കുമ്പോ, അല്ലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഭക്ഷണം കൊടുക്കുമ്പോ, ഒരു തടവിലാക്കപ്പെട്ടവരെ ഒരു ഭക്ഷണം കൊടുക്കുമ്പോ, അങ്ങനെയുള്ള ഒരു യതീമിന്, അനാഥന് ഭക്ഷണം കൊടുക്കുമ്പോ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താകണം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ബന്ധമാണുള്ളത്. പാവപ്പെട്ടവനെ സ്നേഹിക്കുക, സഹായിക്കുക, അവന്റെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാക്കാനും സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടാനും ഒരു കാരണമാണ്. ഭക്ഷണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം കുറച്ചുള്ളൂ. ആ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഒരു മിസ്കീന്, ഒരു യതീമിന്, ഒരു ബന്ധനത്താക്കപ്പെട്ട മനുഷ്യന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോ എന്താണ് നിങ്ങളുടെ മനസ്സിലാകാൻ ഉണ്ടാകേണ്ട ആശയം? എന്താണ്? ഇതാണ് കൊടുത്താൽ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ്, അയാളെ പിന്നെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്താനാണ്, അല്ലെങ്കിൽ നാട്ടിൽ പബ്ലിസിറ്റി കിട്ടാനാണ്, മറ്റെന്തെങ്കിലും ഒരു നീയത്താണോ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്? അല്ല. അള്ളാഹുവിന്റെ ഇഷ്ടാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന ഒരു നീയത്താണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മാത്രമല്ല, ഒന്നുകൂടി കടന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചു, ലാ നുരീദു മിൻകും
ജസാഅൻ വലാ ശുക്കൂറ. ഇത് ഞാൻ ചെയ്യുന്നതിന് എന്റെ അടുക്കൽ നിന്ന് ഞാനൊരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല. വലാ ശുക്കൂറ, നീ എന്നോട് താങ്ക്സ് പോലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറയേണ്ടത് അവന്റെ കടമയാണോ മറ്റൊരു വിഷയമാണ്. പക്ഷെ എന്റെ മനസ്സിൽ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ എത്ര വൃത്തിയായ പരിശുദ്ധമായ ഒരു സേവനത്തെയാണ്, മനസ്സിനെയാണ് ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. നമ്മളുടെ ബന്ധങ്ങൾ അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ആകുമ്പോ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് പോണത്. നമ്മളൊരാളെ സഹായിച്ചു, അയാളൊരു നന്ദി പറഞ്ഞില്ല, അല്ലേ? നമ്മൾ ഒരു മകനെ വളർത്തി വലുതാക്കി, എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും മാതാവും പിതാവും. ഒരു കുഞ്ഞായി വളർന്നവനങ്ങനെ വളർന്ന് വികസിച്ച ഒരു വിദ്യാഭ്യാസം കൊടുത്ത്, ആവശ്യമായ ഭക്ഷണം കൊടുത്ത്, സൗകര്യങ്ങൾ കൊടുത്തു, എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തു. അങ്ങനെ അവർ നല്ല ജോലിയായി, പിന്നെ ഭാര്യയായി, കുടുംബമായി. പിന്നീട് അവൻ ബാപ്പയുടെ തള്ളി പറയും, ഉമ്മയെ തള്ളി പറയും. എത്ര വിഷമമുണ്ടാവും. എന്തൊക്കെ ചെയ്തു കൊടുത്തു. ബാപ്പക്ക് തോന്നുന്നത് എത്ര ഞാൻ ചെയ്തു കൊടുത്തു, എന്നിട്ടും നന്ദി കാണിച്ചില്ലല്ലോ. ഉമ്മ പറയണം, അവന് ഞാൻ എത്ര സഹായവും സേവനവും സാന്ത്വനവും എന്റെ കൂടെ എത്ര മാസം വയറ്റിൽ ചുമന്നൊക്കെ നടന്ന് എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രായത്തിലും അവൻ എന്നോട് കരുണ കാണിച്ചില്ലല്ലോ, നന്ദി കാണിച്ചില്ലല്ലോ എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. സ്വാഭാവികമായി മനുഷ്യന്റെ വിചാരങ്ങളിൽ അത് വരും, സ്വാഭാവികമാണ്. പക്ഷെ ഈ ചെയ്തതൊക്കെ അള്ളാഹുവിന് വേണ്ടിയായിരുന്നെങ്കിലും, അള്ളാഹിന്റെ പ്രീതി കാണിച്ചിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നത്, അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതൊക്കെ അള്ളാഹുവെ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്നാണ് അവളെ വിശ്വസിച്ച് ചെയ്യണമെങ്കിലോ ഇതിലൊന്നും നഷ്ടം സംഭവിച്ചാൽ ഖേദം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, വിഷമം ഉണ്ടാകും. പടച്ചോന് വേണ്ടിയാണല്ലോ എന്നതുണ്ട്. ആ പ്രതിഫലം നാളെ പരലോകത്ത് അവിടെ ബാക്കി ഉണ്ടാവുകയും ചെയ്യുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയാവും. എന്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ? മൻ അഹബ്ബ ലില്ലാഹ്, നിങ്ങളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാവട്ടെ. വഅബ്ഗദ ലില്ലാഹ്, നിങ്ങളൊരാളോട് തെറ്റേണ്ടി വരികയാണെങ്കിലും അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാകട്ടെ. അള്ളാഹ് പറഞ്ഞ എല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നു, രണ്ട് സുഹൃത്തുക്കൾ എത്ര പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ടും അയാൾ അത് ചെയ്യില്ല, തെറ്റിലേക്ക് തന്നെയാണ് പോണത്. അവസാനം ബന്ധം ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും, കോപിക്കേണ്ടി വരും. ആർക്ക് വേണ്ടിയാ? അള്ളാഹ് പറഞ്ഞ അള്ളാഹ് വേണ്ടിയിട്ടാണ്. ആ വജീഹാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഴത്താറില്ല, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും, അത് അള്ളാഹുവിന്റെ പേരിലാവട്ടെ. ഒമനയില്ല, നിങ്ങൾ എന്തെങ്കിലും തടയുന്നുണ്ടോ, അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ വ്യക്തി, കുടുംബം, സമൂഹം ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു മനസ്സ് ഇങ്ങനെ നമ്മൾ സെറ്റാക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ സഹകരിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു, പരസ്പര ബന്ധങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ മനുഷ്യരുടെ ഒരു പ്രകൃതിപരമായ തെറ്റാണ്. പ്രകൃതിപരമായി തന്നെ മനുഷ്യൻ ആളുകൾ ഇങ്ങനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് വളരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സഹകരിക്കേണ്ടത് നിങ്ങൾ നന്മയിലും ഭക്തിയിലും ആളുകളായിട്ട് സഹകരിക്കുക. ശത്രുത ഉണ്ടാക്കുന്നത്, തെറ്റുകൾ, കുറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കാതിരിക്കുക. അതിന്റെ ഒരു മാനദണ്ഡം, നമ്മുടെ നിലപാട് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെ പരസ്പര സഹകരണത്തിലൂടെ നമ്മൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് കഴിയണം? നമുക്ക് ആളുകളിലേക്ക് ഇണങ്ങാൻ കഴിയണം, ആളുകളെ കുറെ നേരം കേൾക്കാൻ കഴിയണം, ആളുകളെ ചിലപ്പോഴൊക്കെ നമ്മൾ ക്ഷമയോടെ സഹിക്കാൻ കഴിയണം, ചിലപ്പോൾ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. ഇങ്ങനെയൊക്കെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ മനസ്സ് അങ്ങനെ മാറപ്പെട്ടിട്ടുണ്ടോ? നമ്മളത് ആളുകളെ നന്നായി കേൾക്കാൻ, ആളുകളോട് ഇണങ്ങാൻ, ആളുകളെ സഹിക്കാൻ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ഒരു മനസ്സ് നമുക്ക് പാകായിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു യഖ്ലഫു വയുഖ്ലഫ്. മുഅ്മിൻ ആരാണ്? ഈമാനുള്ള ഒരു മുഅ്മിൻ ആരാണ്? അവന്റെ മനസ്സ് നല്ല ഇണക്കണം. അവൻ അങ്ങോട്ട് ഇണങ്ങും, ഇങ്ങോട്ട് ഇണക്കപ്പെടുകയും ചെയ്യും. അതാണ് പിണങ്ങൽ, വൈകാരികമാകും, കോപിക്കൽ, തെറ്റൽ, ആളുകളേക്ക് കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവും, മുഅ്മിനുണ്ടാകുമല്ല. എന്നിട്ട് അതിന് ശേഷം റസൂൽ പറഞ്ഞു, വലാ ഖൈറ ഫീമൻ ലാ യഖ്ലഫു വലാ യുഖ്ലഫ്. ഒരിക്കലും ഇണങ്ങാനോ ഇണക്കപ്പെടാനോ കഴിയാത്ത ഒരു മനസ്സിനുടമയിൽ ഒരു ഖൈറുമില്ല, വലാ ഖൈറ, അയാൾക്ക് ഒരു നന്മയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖൈറുൻ നാസ് അൻഫഅഹും ലിന്നാസ്.
ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ? ജനങ്ങൾക്ക് എന്തെങ്കിലും അയാളെ കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ അയാൾ ഉത്തമനാണ്. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടുമെന്നാണ് ആലോചിക്കുന്നത്. എനിക്കെന്ത് ഗുണം കിട്ടും, എന്റെ മക്കൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, എന്റെ ജോലിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, എന്റെ കുടുംബത്തിന് എന്ത് മെച്ചം കിട്ടും, എത്ര ഒക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പലപ്പോഴും ആളുകൾ ചെയ്യാറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജനങ്ങൾക്ക് എന്നെ കൊണ്ട് എന്ത് കിട്ടും എന്നതിനനുസരിച്ചാണ് നീ ഏറ്റവും ജനങ്ങളിൽ ഉത്തമനാവുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിന് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയണം. ചേർന്ന് നിൽക്കാൻ കഴിയണമെങ്കിൽ ഇണങ്ങാനുള്ള നല്ലൊരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തണം. അത് നമ്മൾക്ക് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ബന്ധങ്ങളൊക്കെ ഭദ്രമായി നിലനിൽക്കാൻ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ പരസ്പരം ആദരിക്കാനാണ്. പരസ്പരം ആദരിക്കാനാണ്, അംഗീകരിക്കാനാണ്. അല്ലാഹു തആല നോക്കൂ, സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വലഖദ് കറംനാ ബനി ആദം, നാം മനുഷ്യരെ, ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു. ആര്? സർവ്വലോകങ്ങളെയും സംവിധാനിച്ച പടച്ചവൻ മനുഷ്യരായ എല്ലാവരെയും ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയണം. അല്ലാഹ് നമ്മളെ ആദരിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യർ പരസ്പരം ആദരിക്കാൻ പറഞ്ഞാലോ നമ്മൾക്ക് കഴിയുന്നില്ല. അല്ലാഹു ആദരിച്ച ആളുകളെ നമുക്ക് ആദരിക്കാൻ പറ്റുന്നില്ല, പരിഗണിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഒന്ന് താങ്ങായി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം പൂർത്തിയായി നമ്മൾ ആലോചിക്കേണ്ടത്? അവഗണിക്കാനല്ല പറഞ്ഞത്, പരിഗണിക്കാനാണ്, ആദരിക്കാനാണ്. ഈ മക്കളുടെ വിഷയം പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞില്ലേ, വേണ്ട, അവർക്ക് യതീമിനെ ഭക്ഷണം കൊടുക്കണം, അവന് സൗകര്യം ചെയ്ത് കൊടുക്കണം, അത്താണിയാക്കണം എന്നല്ല പറഞ്ഞു. അതെന്തായാലും ചെയ്യണം, ചെയ്യേണ്ട കാര്യമാണ്, മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവനെ നിങ്ങൾ ആദരിക്കണം എന്ന് കൂടി പഠിപ്പിക്കുകയാണ്. യതീമാണ്, പാപ്പയില്ലാത്ത കുട്ടികളാണ്, എന്തു ചെയ്യാം, എങ്ങനെയാവാം, ആദരിക്കാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കുകയാണ്. അനാഥരുടെ വിഷയം എടുത്തു പറയാണ്. അനാഥകളെ സഹായിക്കുന്നില്ല എന്നല്ല ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവരെ ആദരിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹായം, സംരക്ഷണം, ബാധ്യത അതോടൊപ്പം ആദരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മിസ്കീന്റെ കാര്യം എടുത്ത് പറഞ്ഞു, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഭക്ഷണം കൊടുത്തില്ല എന്നല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സാധുക്കൾ വിഷപ്പടക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. പരസ്പരം സഹകരിച്ച് കൂട്ടായ്മകൾ ഉണ്ടാക്കി ആ സാമൂഹ്യ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് ആവശ്യമായ കാര്യമാണ് അത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിന് നല്ല അലിവ് വേണം, ഇണക്കം വേണം, ചേർത്ത് നിൽക്കാനും ആളുകളെ സഹായിക്കാനും അവർക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ വേണം. അപ്പോഴാണ് നമ്മൾക്കിടയിലുള്ള ഈ ബന്ധങ്ങൾ ശക്തിപ്പെടുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അനന്തര സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഖുർആൻ പറഞ്ഞു, എവിടെയാണ് ബന്ധങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത്? താഴെക്കിടയിലുള്ള മനുഷ്യരും മുകളിൽ നിൽക്കുന്ന മനുഷ്യരും നമ്മുടെ ബന്ധം നഷ്ടപ്പെടുന്നത് അവർക്കിടയിലുള്ള ഈ സ്നേഹവായ്പകൾ, കൊടുക്കൽ വാങ്ങലുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. അതിന്റെ പേരിൽ ചിലപ്പോൾ അധികാരം കാട്ടുമ്പോഴാണ്, എന്റെ ഔദാര്യമാണ് എന്ന് പറയുമ്പോഴാണ്. പാവപ്പെട്ടവന്റെ കാര്യങ്ങളിൽ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്ന് ഖുർആൻ പറയാണ്. ഇത് നമ്മുടെ ഔദാര്യ അവകാശമല്ല, അത് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഖുർആൻ പറയാണ്. ശേഷം പറഞ്ഞു, ചില മനുഷ്യർക്കിടയിൽ ബന്ധം വഷളാണെങ്കിൽ ഒരു പ്രധാന കാരണം ചിലരുടെ അനന്തര സ്വത്തുക്കൾ അവർ തിന്നു കുടിക്കുന്നു എന്നാണ്. അനന്തര സ്വത്ത് വലിയ വിഷയമാണ്. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും മുസ്ലിങ്ങളുടെയും ഇതര ജനവിഭാഗങ്ങൾക്കിടയിലും ഒക്കെ അനന്തര സ്വത്ത് വലിയ വിഷയമാണ്. എത്രയോ തീർപ്പാക്കാൻ കിടക്കുന്ന കേസുകൾ കോടതികളിലും കുടുംബങ്ങൾക്കിടയിൽ മസലഹത്ത് നടത്തിയിട്ട് തീരുമാനമാകാത്ത വിഷയങ്ങളുണ്ട്. അതിന്റെ പേരിൽ എത്രയെത്ര മനുഷ്യരാണ് തമ്മിൽ തെറ്റി പിണങ്ങി കുടിപ്പകയും ശത്രുതയുമായി ഉമ്മരപ്പടി കയറാൻ പോലും, ഒന്ന് വിളിച്ചു നോക്കാൻ പോലും, കണ്ടാൽ മുഖം കൊടുക്കാതെ പോലും, ഒന്ന് സലാം ചെയ്യാതെ പോലും നടന്നു പോകുന്നത്. ബന്ധങ്ങളുടെ പവിത്രതയെ കുറിച്ച് നമ്മൾ പറയുമ്പോ നമ്മൾക്ക് ഇതിൽ റോളുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പോകണം, എന്തുമായിട്ടാണ് നമ്മൾ പോകണം? നമ്മൾ നിസ്കാരങ്ങൾ, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, കുറെ ഉമ്മറുണ്ട്. പക്ഷെ ഈ ബന്ധങ്ങളുടെ ഈ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ കാര്യമില്ല. അള്ളാഹ്ക്ക് വേണ്ട നിങ്ങളുടെ ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമാവില്ല, പ്രതിഫലം കിട്ടില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് അതൊക്കെ ചെയ്തത് നമ്മൾ ആലോചിക്കേണ്ടത്. അത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മൾ അവരവർക്ക് അവകാശപ്പെട്ടത് നൽകുക, അവരവർക്ക് അവകാശപ്പെട്ട സ്ഥാനമാനങ്ങളുണ്ടോ അതും നൽകുക.
റസൂൽ പഠിപ്പിച്ചു, ജനങ്ങൾക്കിടയിൽ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട പദവികൾ ഉണ്ടാവും, അംഗീകാരങ്ങൾ ഉണ്ടാവും, ആദരവുണ്ടാവും, ഓരോരുത്തർക്ക് ഓരോ സ്ഥാനമാനങ്ങൾ ഉണ്ടാവും. അത് വഷളാക്കരുത്, അതിനെ കുറ്റവും കുറവുള്ളതാക്കരുത്. അത് അംഗീകരിച്ചു കൊടുക്കൽ ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നൽകാൻ നമ്മൾ കൂറ് കാണിക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ വേറെ സംഗതി ആലോചിക്കണ്ടേ? അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടതാണ് എന്നാണ്. പക്ഷെ കിട്ടണമല്ലോ, അത് ആഗ്രഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇരിക്കുന്ന പോലെ സ്ഥാനം തരാത്ത, ഇന്നത്തെ പോലെ അങ്ങനെ പരിഗണിക്കാത്ത എന്ന് എനിക്ക് തോന്നണ്ടേ? ജനങ്ങളുടെ കിട്ടേണ്ടതാണ്. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സഹവാസം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, വർത്തമാനങ്ങൾ കൊണ്ട് നമ്മൾ അവർക്കിടയിൽ ജീവിക്കുന്നത് അവർക്ക് സന്തോഷകരമായ ഒരു സാന്നിധ്യം അനുഭവപ്പെടുമ്പോ അവർ കൽപ്പിച്ചു തരുന്നതാണ്. അവർക്ക് ചോദിച്ചു വാങ്ങേണ്ടതല്ല. ഇരിക്കുന്നത് കിട്ടാത്തത് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അത് ജനങ്ങൾ നമുക്ക് തരേണ്ടതാണ്. അല്ലാതെ ഒരു ബർക്കത്താണ് യഥാർത്ഥത്തിൽ. ഞാൻ പറഞ്ഞത് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നതാണ്. സ്ഥാനത്തോ മാനത്തോ എത്തിയാൽ അയാൾക്ക് അത് കൊടുക്കുക, ആ ആദരവ് കൊടുക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബന്ധങ്ങൾ ഒളിയാതെ നിൽക്കണമെങ്കിൽ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഖുർആനും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദു, നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ചേർത്ത് നിർത്താൻ പരസ്പരം ഹദിയകൾ കൊടുക്കുന്നു. എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൈമാറുക, ഒരു ഭക്ഷണത്തിന് വിളിക്കാം. ഇതിലൊക്കെ നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുമെന്നാണ്, ബന്ധങ്ങൾ നിലനിൽക്കുമെന്നാണ്. കുറെ അപേക്ഷ വന്നു, നിങ്ങൾ അവർ വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അതൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾ പിരിയും. നിങ്ങളുടെ ഹദിയ കൂടി കൊടുക്കുന്നു, ഒരു സമ്മാനം കൂടി അനുഭവം കൊടുക്കുന്നു. എത്ര സന്തോഷമാണ്, എത്ര ഹൃദയകരമാണ്. വളരെ പെട്ടെന്ന് മനസ്സിണങ്ങാനുള്ള വഴികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. നമുക്ക് അതൊക്കെ ചെയ്യാവുന്ന ഖുർആൻ പറഞ്ഞു, ഖുലുലിന്നാസി ഹുസ്ന, മനുഷ്യരോട് നല്ല വർത്തമാനം പറയും. കാണുമ്പോ എപ്പോഴും നെഗറ്റീവ്, എല്ലാ കുറ്റും കുറവ് മാത്രം പറയും. നിങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടുമോ? എന്ത് വായ തുറന്നാലും മോശമായത് പറയാം, നെഗറ്റീവ് പറയാം, ഒരു മനുഷ്യന്റെ കുറവ് പറയാം, അയാളെ അഭിവൃദ്ധിപ്പെടുത്താനുള്ളത് പറയാം, അയാളെ കുറവിലാക്കുന്ന കാര്യങ്ങൾ പറയാം. അതല്ല പറഞ്ഞത് ഖുർആൻ. ഇപ്പൊ ഖുലുലിന്നാസി ഹുസ്ന, മനുഷ്യരോട് നല്ല വർത്തമാനം പറയാം, നല്ല വാക്ക് പറയാം, അവിടെ പോസിറ്റീവായ കാര്യങ്ങൾ പറയാം. അനിഷ്ടമാണ്, അയാൾക്ക് അനിഷ്ടകരമാണെന്ന് അറിയാം, പക്ഷെ എന്നിട്ടും പറയാം. എന്തൊരു വൃത്തിയുടെ മനസ്സായിരിക്കും അങ്ങനത്തെ ആളുകളിലൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നല്ലത് പറയാൻ പഠിക്കുക. അത്രത്തോളം പറഞ്ഞു റസൂലുള്ളാഹി, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിക്കുക, അതുപോലെ നിനക്ക് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്നാണ്. ചില ആൾക്കാർ മുഖം കണ്ടാൽ നമുക്ക് കഴിയും, എത്ര അവർ സംസാരിച്ചാൽ ഒരു മുഖഭാവം, ഒരു മാറ്റമുണ്ട്. ചില ഓഫീസിലൊക്കെ കയറി ചെന്നാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആളുടെ മുഖത്തിൽ പുഞ്ചിരി കണ്ടാൽ അത് നമുക്കുണ്ടാക്കുന്ന ആശ്വാസത്തെയാണ്. ആ കസേരയിൽ നമ്മളാണെങ്കിൽ ആ സ്വഭാവം നമുക്കുണ്ടാകണം. അതേസമയം വളരെ ദേഷ്യപ്പെട്ട് പരിക്കരം നിൽക്കുന്ന ഒരാളെ നമ്മൾ സംസാരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ, പ്രശ്നങ്ങൾ എത്രയാണ്. നമ്മളും ഇതേപോലെ തന്നെ നമ്മൾ ആളുകൾ അഭിമുഖീകരിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാം, ഒന്ന് വിവരം ചോദിക്കാം. ഇങ്ങനെ നടന്നു പോകുമ്പോ ഉമേർ കാണാൻ ചെറിയ കുട്ടിയാണ്, അവർ കുറെ പക്ഷി കുഞ്ഞുങ്ങളുണ്ട്. സുധാകരായ ഉമേറിന്റെ ചുമലിൽ കൈവച്ച റസൂൽ ചോദിച്ചു, ഉമേർ, എന്റെ പക്ഷി കുഞ്ഞുങ്ങളുടെ വിവരങ്ങളല്ല, കുഞ്ഞുങ്ങളൊക്കെ പറക്കാറായ, നീ അതിന് ഭക്ഷണം കൊടുത്തോ? അതിങ്ങനെ കലകളിൽ ശബ്ദം ഉണ്ടാക്കണ്ടോ? റസൂൽ ചോദിക്കാണ്. ആരാണ് റസൂലുള്ളാഹി? റസൂലുള്ളാഹിയുടെ ദറജ എത്ര വലുതാണ്. പക്ഷെ ഒരു കുഞ്ഞുകുട്ടിയുടെ മനസ്സിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആ കുഞ്ഞുകുട്ടിക്ക് ഏറ്റവും വലുതാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചോദിക്കാൻ സമയം കണ്ടെത്താൻ റസൂൽ നമുക്ക് പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഇങ്ങനെയാണ്, ജീവിതം ഇങ്ങനെയാക്കണം എന്ന് പഠിപ്പിക്കാൻ. ആദരവാണ്, അംഗീകാരമാണ്, നല്ല വർത്തമാനങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിടയിലെ ബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും സുദൃഢമാകും. എന്ത് തിരിച്ചു കിട്ടുമെന്ന് നോക്കിയല്ല നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം. തിരിച്ചു കിട്ടൂല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണെങ്കിൽ പോലും നല്ലത് ചെയ്യാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. ഒരു സുഹൃത്തൊരിക്കൽ ഒരു വീട്ടിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന അയാൾക്ക് കിണറിന്റെ വെള്ളം ഇഷ്ടംപോലെ കൊടുത്തുകൊണ്ടിരുന്നാണ്. പക്ഷെ അയാൾ തിരിച്ച് ഭയങ്കര ദ്രോഹമാണ് ചെയ്യണം എന്നും ഇയാളെ ചിന്താണ്. ഇയാളുടെ വീട്ടിലേക്ക് ചപ്പ് ചവറുകൾ വലിച്ചേ വീട്ടുകാരെ തരി പറയും, നടന്നുപോണ കുട്ടികളെ ചീത്ത പറയും, നാട്ടിലൊക്കെ മോശം പറയും. അയാളെ വീട്ടിൽ കിണറില്ല, വെള്ളം കൊടുത്താൽ. അപ്പൊ അയാളോട് ആളുകൾ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ അയാൾക്ക് വെള്ളം മുടക്കി കൊടുക്കുന്നത്? ഇതാണ് നിർത്തിയാൽ കിട്ടുന്ന സുഖം. തങ്ങളെ ചീത്തരേ നിങ്ങളൊരു ഔദാര്യത്തിനാണ് കാത്തുപോയി. അയാൾ ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി, അള്ള നോക്കണത് ഇങ്ങനൊക്കെ ഇടങ്ങുന്നവരുണ്ടാക്കിയാൽ ഞാൻ ഈ വെള്ളം കൊടുക്കണ്ടോ എന്നാണ് അള്ള നോക്കണതാണ്. എന്തൊരു വലിയ മനസ്സാണ് അതൊക്കെ. അതിനൊക്കെ നമ്മൾ കുറെ ഉയരേണ്ടി വരും, കുറെ വളരേണ്ടി വരും. ഞാൻ ഇന്നെങ്ങനെ ഉപദ്രവിച്ചാലും എന്റെ കൈ
അയാൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് സേവനം ചെയ്യുകയും എനിക്ക് സൗകര്യം ചെയ്യുകയും എന്നെ കാണുമ്പോൾ മുണ്ടയച്ചിടുകയും ഇതിന്റെ പേരിൽ എന്നെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കണേക്കാളും അള്ള നോക്കണ എന്താണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടും ഞാൻ അത് കൊടുക്കണ്ടോ എന്ന് അള്ള എന്നെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവരെ, പവിത്രമാകാൻ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഈ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താതെ നമ്മുടെ കാര്യം നേടാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ശ്രദ്ധിക്കും. നല്ല വാക്കുകൾ, നല്ല സഹവാസം, നല്ല ശ്രദ്ധ, പരിഗണന, ആദരവ് ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ സഹോദരങ്ങൾ സഹോദരിമാരുള്ള ബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, സംഘടനാ ബന്ധം, സാമൂഹ്യ ബന്ധങ്ങളൊക്കെ നന്നാകുമെന്നാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കൈപ്പൊന്നിയിൽ കുടിക്കുന്ന, സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന പല ആളുകളും പിന്നീടാണ് ചിലപ്പോ തിരിച്ചറിയുക. എത്ര ചെറിയ ബന്ധമാണെങ്കിലും അതൊക്കെ പവിത്രമായി സൂക്ഷിക്കണമായിരുന്നു. കുറെ കഴിഞ്ഞിട്ട് കൈവിട്ടു പോയിട്ടാണ് പലർക്കും ബോധമുണ്ടാകുന്നത്. ബന്ധങ്ങളിൽ നിന്ന് അകച്ചിയും മുറിച്ചും ഒക്കെ ജീവിക്കുന്നവർക്ക് ഈ പരസ്പര സഹകരണത്തിന്റെ, ഈ സ്നേഹബന്ധത്തിന്റെ മധുരം, അതിന്റെ സൗന്ദര്യമൊക്കെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക? ചെറു പുഞ്ചിരി നൽകാൻ പോലും കഴിയാതെ മനസ്സ് കുടുസായി പോയ മനുഷ്യരുണ്ടാവും. ഒരു കുശലാന്വേഷണം നടത്തിയാൽ അതിന്റെ ഒരു മധുരം പകരാൻ കഴിയാതെ വെറുപ്പ് പേറി നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. കൈകൊടുത്തും കെട്ടിപ്പിടിച്ചും ചേർത്ത് പിടിച്ചും പോകുന്നവരുടെ അവരനുഭവിക്കുന്ന മനസ്സിന്റെ ഒരു സംതൃപ്തി, സുഖം, അതറിയാതെ പോകുന്ന എത്രയോ മനുഷ്യരില്ലേ നാട്ടിൽ. ഇതൊക്കെ ചെയ്യുന്നവർക്ക് അവരനുഭവിക്കുന്ന ഒരു സുഖം. ഇരുട്ടറിയുന്നവന് വെളിച്ചത്തിന്റെ വിലയറിയും എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ആലോചിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ തെറ്റി നിൽക്കെ മരണപ്പെട്ട് കിടക്കുമ്പോൾ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് കുറെ പൂക്കൾ വരുന്ന മനുഷ്യരെ നമ്മൾ കാണും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു റോസാപ്പൂ സമ്മാനിക്കാത്തവനാണ്. കുറെ പൂക്കളുടെ വലിയൊരു കൊട്ട വന്നിട്ട് മരിച്ചുമ്പോൾ കാലുകൾ വെച്ച് പോവാണ്. അവനറിയുന്നില്ല, ആരും അറിയിക്കും എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ട്. ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ റോസാപുഷ്പങ്ങൾ, നമ്മളതിന്റെ മനസ്സ്, നല്ല സ്നേഹം, സൗഹൃദം ഇതൊക്കെ കാത്തു സൂക്ഷിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യം, ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കാനുള്ളത് കേട്ടത്. ദുനിയാവിലെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം ഏതു നേരവും അവസാനിക്കുമെന്ന് ബോധമുള്ളവനെ ബന്ധങ്ങൾ നന്നാക്കാൻ കഴിയും. ആ ബോധം ആർക്കുണ്ടായ പരലോകത്തെ കുറിച്ച് ബോധമുള്ളവർക്ക് യക്കീനുമാണ്. പരലോകത്തെ അവർ ബന്ധങ്ങൾ നന്നാക്കും, ഇണക്കമുള്ളവരാണ്, പരസ്പരം സഹായിക്കും, പരസ്പരം സഹകാരികളാണ്. അവകാശങ്ങളെക്കാൾ ഏറെ അത് പറയും പോലെ തന്നെ ബാധ്യതകൾ അവർ നിറവേറ്റും. നീതിക്ക് വേണ്ടി അവർ നിലകൊള്ളുമെന്നാണ്. ഒക്കെ നിലനിൽക്കണേ നീതി വളരെ പ്രധാനമാണ്. ഖുർആൻ പറഞ്ഞു, എഴുതിരൂ തഖ്വ, നിങ്ങൾ ആളുകൾക്കിടയിൽ നീതി കാണിക്കണം. തഖ്വ, അതാണ് നിങ്ങളുടെ തഖ്വയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്ന് ഖുർആൻ പറയും. അതുകൊണ്ട് നമ്മൾ ബന്ധങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചും പരിഗണിച്ചും നമ്മൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ സംഭവിക്കും, സ്വാഭാവികമാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്, പലതരത്തിലുള്ള ഇമോഷൻസ് ഉള്ള ആളുകളാണ്, പലതരത്തിലുള്ള ശാഠ്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ പോരായ്മകൾ അല്ലാഹുവിനോട് പുറത്തു തരാൻ പ്രാർത്ഥിക്കുക, മനസ്സ് കൂടുതൽ ഇണക്കമുള്ളതാകാൻ പ്രാർത്ഥിക്കുക. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവർ തിരുത്തി ഏറ്റവും പെട്ടെന്ന് അതൊക്കെ നന്നാക്കി മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ വിട്ടുപുറത്ത് വാപ്പാക്കി തരണമേ റഹ്മാൻ. അല്ലാഹുവേ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് താങ്ങും തണലുമായവർ, അല്ലാഹുവേ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാൻ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്,
കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. സ്വർഗഭൂഗാമനത്തിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാൻ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. വിഷമങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പഠനത്തിലും പരീക്ഷകളിലും ജോലിയിലും കച്ചവടത്തിലും കുടുംബജീവിതത്തിലും ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങൾ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ബന്ധങ്ങൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഇടപെടലുകളൊക്കെ നീ നന്നാക്കുകയും ജീവിതത്തിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഫലസ്തീനിലെ, ലെബനാനിലെ വിവിധ പ്രദേശങ്ങളിൽ സങ്കടപ്പെട്ട് വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആത്യന്തികമായ വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണ റഹ്മാനെ. المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. اللهم اغفر لنا يا غافر المذنبين، اللهم ارحم لنا يا أرحم الراحمين، اللهم ارزق لنا يا خير الرازقين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم دمر أعداء الدين والمسلمين. اللهم أنت السلام ومنك السلام، حينا ربنا بالسلام، حينا ربنا بالسلام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.